പണ്ടൊക്കെ ആണെങ്കിൽ റിച്ച് ബാക്ക്ഗ്രൗണ്ട്സ് ഉള്ള ആൾക്കാർ മാത്രമാണ് പണ്ട് അബ്രോഡൊക്കെ പോയി. ഇപ്പൊ അങ്ങനെയല്ല. ഇത്രയും കാര്യങ്ങൾ റിസർച്ച് ചെയ്തെടുക്കാൻ കുട്ടീനെ രക്ഷിതാക്കൾ വിളിക്കേണ്ടി വരും, സംസാരിക്കേണ്ടി വരും, കൺവിൻസ് ചെയ്യേണ്ടി വരും, കുറേ ഡാറ്റാസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യപ്പെടേണ്ടി വരും, അത് പരസ്പരം ഡിസ്കസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു തീരുമാനത്തിലെത്തുക. ചില ആൾക്കാർക്ക് ഫൈനാൻസ് ഇഷ്യൂ ഉണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ റിച്ച് ബാക്ക്ഗ്രൗണ്ട്സ് ഉള്ള ആൾക്കാർ മാത്രമാണ് പണ്ട് അബ്രോഡൊക്കെ പോയി. ഇപ്പൊ അങ്ങനെയല്ല. മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ വളരെ താഴെയുള്ള ആളുകൾ എല്ലാവരും ട്രൈ ചെയ്യുന്നുണ്ട് അവനവന്റെ മക്കളെ അല്ലെങ്കിൽ കുട്ടികൾക്ക് തന്നെ സ്വപ്നങ്ങൾ വലുതാണ്. അപ്പോൾ എല്ലാവരും സ്വന്തം വീടിന്റെ ആധാരങ്ങൾ പണയം വെച്ചിട്ട് നല്ല യൂണിവേഴ്സിറ്റീസിലൊന്നും ചിലപ്പം ഈടൊന്നും വേണ്ട. അപ്പോൾ ഈടില്ലാണ്ട് പോകാൻ പറ്റും, ലോൺ കിട്ടുന്ന ഓപ്ഷൻസ് ഒക്കെ. അപ്പോൾ ഒരു കുട്ടിയുടെ ലോണ്, സ്കോളർഷിപ്പ്, ഇത് പിന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യണം. അപ്പോൾ ലോണ് കിട്ടിയിട്ട് നമ്മൾ പിള്ളേർ വിടും. ഞങ്ങളൊരു ടീം എന്ന് പറഞ്ഞാൽ ഒരു ഫയൽ കിട്ടിക്കഴിഞ്ഞാൽ 10 or 15 ബാങ്ക്സ് വരെ അവർ പോയിട്ട് അതിൻ്റെ നേരിട്ട് തന്നെ വേണമെങ്കിൽ കണക്ട് ചെയ്തിട്ട് മാനേജേഴ്സിനെ കണക്ട് ചെയ്തിട്ട് എന്തുകൊണ്ട് ലോൺ കൊടുക്കുന്നില്ല, ഇനി ഡിലേ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ ഇടപെടും. അങ്ങനെ ലോൺസിൻ്റെ കാര്യത്തിൽ ഒരു ഡെഡിക്കേറ്റഡ് ലോൺ ടീം തന്നെ ഉണ്ട്.